ഡിവൈഎഫ്ഐയുടെ തരത്തിലുള്ള കുതിച്ചോർ ഒരുപാട് പേര് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് പൊടിയും ബാനറും കിട്ടി കുതിച്ചോർ വിതരണം ചെയ്യേണ്ട മറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് വ്യാപകമായി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയാം. സാമൂഹിക സേവനത്തിൽ പൊടിയും ബാനറും എന്തിനെന്നാണ് ആരോഗ്യമന്ത്രി ചോദിച്ചത്. ഇവിടെ കെ മുരളീധരൻ എന്ന രാഷ്ട്രീയക്കാരൻ അദ്ദേഹം ഒരു മന്ത്രിയായതിനു ശേഷം നടത്തുന്ന തുടർച്ചയായിട്ടുള്ള ഒരു അപക്വമായിട്ടുള്ള ഒട്ടനവധി പ്രസ്താവനകളിൽ ഒന്നു മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം, ഉച്ചഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനത്തെ കെ മുരളീധരന് എന്തിനിത്ര അസഹിഷ്ണുത ഉണ്ടാവണം, എന്തിനിത്ര ഭയപ്പെടണം? സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ സാധാരണക്കാരന് ഉച്ചനേരത്ത് കിട്ടുന്ന ഒരു ഭക്ഷണം, ആ ഭക്ഷണത്തെ ഇല്ലാതാക്കാനുള്ള ഈ ഇടപെടൽ എന്തിന്റെ ഭാഗമായിട്ടാണ്? ഇപ്പൊ ആലപ്പുഴയിൽ അതിന് മുന്നോടിയായി ജി സുധാകരൻ ആ അഭിപ്രായം പറഞ്ഞു. പിന്നീട് അദ്ദേഹം തിരുത്തി, ഞാൻ അതിനെതിരല്ല എന്ന് പറഞ്ഞു. അതിന്റെ തുടർച്ചയിലാണ് മുരളീധരൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. ഇപ്പൊ കെ മുരളീധരനൊക്കെ കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയ നേതാവായി വന്നത്? ഞാൻ അതിന്റെ കൂടുതൽ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പോകുന്നില്ല. ഗാർഡിയൻഷിപ്പ് ഉള്ളത് കൊണ്ടും സ്വന്തം പിതാവ് കേരളത്തിന്റെ സുപ്രധാനമായിട്ടുള്ള പദവിയിൽ ഇരുന്നത് കൊണ്ടും കേരളത്തിലെ കോൺഗ്രസിനെ പിളർത്തി മറ്റൊരു പാർട്ടി ഉണ്ടാക്കിയത് കൊണ്ടും അങ്ങനെയൊക്കെയുള്ള അഡ്രസ്സിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള കെ മുരളീധരൻ ഈ നാട്ടിലെ ശരാശരി ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ രാഷ്ട്രീയ ബോധ്യത്തെയും അവന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും ചോദ്യം ചെയ്യാൻ വളർന്നിട്ടില്ല. കെ മുരളീധരന്റെ തിരിച്ചറിവുണ്ടാകേണ്ടത് കെ മുരളീധരൻ ഇതുവരെ കാണാൻ കഴിയാത്തതും കെ മുരളീധരൻ ഇതുവരെ എത്തിപ്പെടാത്തതുമായിട്ടുള്ള ജനങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ ഇന്നും ഈ നാട്ടിൽ. അവർക്കൊക്കെ വേണ്ടിയാണ് ഡിവൈഎഫ്ഐ ഇത് നടത്തുന്നത്. അതിനെയൊക്കെ ഇല്ലാതാക്കാൻ, രാഷ്ട്രീയ വൈര്യം കൊണ്ട് ഇല്ലാതാക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ജനം തിരിച്ചടിക്കും എന്ന് കെ മുരളീധരൻ ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ അടുത്ത് കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ഒരു ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആരോഗ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ആ ആരോഗ്യമന്ത്രി അപഹസിക്കുകയാണ്, തോറ്റവരൊക്കെ വീട്ടിലിരുന്നാൽ മതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തോറ്റാളാണ് കെ മുരളീധരൻ. അങ്ങനെ ആരെങ്കിലും പിന്നീട് കെ മുരളീധരൻ പലയിടങ്ങളിൽ തോറ്റപ്പോഴൊക്കെയും തൃശ്ശൂരിലും പലയിടങ്ങളിലൊക്കെ തോറ്റപ്പോ നിങ്ങൾ ഇനി അഭിപ്രായം പറയരുത് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് കെ മുരളീധരൻ ഒരു മന്ത്രിയാണ്. ആ മന്ത്രിയുടെ സ്ഥാനത്തിരുന്ന് വേണം അഭിപ്രായം പറയാൻ. ഡിവൈഎഫ്ഐ എന്തായാലും പൊതിച്ചോറ് തുടരും. അതെന്തായാലും കെ മുരളീധരന്റെ ചെലവിലല്ല. അത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ വീടുകളിൽ നിന്ന് തരുന്ന പൊതിയാണ്. ആ വീടുകളിൽ നിന്ന് തരുന്ന സ്നേഹപ്പൊതി സർക്കാർ ആശുപത്രിയിലെ രോഗികളുടെ കൈകളിലേക്ക് എത്തുന്ന കേവല ദൂതർ മാത്രമാണ് ഡിവൈഎഫ്ഐ. അപ്പൊ വീടുകളിൽ നിന്ന് വരുന്ന ആ സ്നേഹപ്പൊതിയെയാണോ കെ മുരളീധരൻ തടയാൻ ശ്രമിക്കുന്നത്? എന്നാൽ തടഞ്ഞു നോക്കട്ടെ, ബാക്കി അപ്പോൾ പറയാം. അത്തരത്തിലുള്ള പരിപാടിയൊന്നും കെ മുരളീധരനും ഈ സർക്കാരിനും ചേരുന്നതായിരിക്കില്ല. ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ സന്നദ്ധ സേവനത്തിന് കൊടി എന്തിനാണ്, ഫ്ലെക്സ് എന്തിനാണ് എന്നൊക്കെയാണ് എല്ലാ സംഘടനകളും. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോയി നോക്കിയാൽ നമുക്ക് ഡിവൈഎഫ്ഐ മാത്രമല്ല ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഈ ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന സംഘടനയുടെ പേരിലാണ് എന്ന് പറഞ്ഞു കൊടുക്കാറാണ്. അത് സ്വാഭാവികമായിട്ടും ഡിവൈഎഫ്ഐ നേതൃത്വം തീരുമാനിക്കേണ്ടതാണ്. ആ നിലയിൽ അവർ അഡ്രസ് ചെയ്യും. പക്ഷെ അതല്ലല്ലോ വിഷയം. ഈ പദ്ധതിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് കെ മുരളീധരൻ ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായും അംഗീകരിക്കാൻ കഴിയാത്തത്.